ഇറ്റ്സ് മീ യുവർ ഐഷ മിസ്. അപ്പോൾ AMS ആണ് മക്കളെ. അപ്പോൾ ഇനി ഓണം എക്സാമിനേക്ക് നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 30-40 ദിവസം നമുക്ക് കിട്ടിയിരിക്കും. നെക്സ്റ്റ് മന്ത് ആണ് നമ്മൾ ഓണം എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ സോഷ്യലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓണം എക്സാമിന് നിങ്ങൾക്ക് 4ഓളം ചാപ്റ്റേഴ്സുമാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും ഇത്രയും 4 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഓണം എക്സാമിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്, തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മിസ് അങ്ങ് പറഞ്ഞു തന്നാലോ. അതായത് നിങ്ങൾ ഇത് മാത്രം തന്നെ പഠിച്ചാൽ തന്നെ ഓണം എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോവാണ് നമ്മുടെ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, അതും ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ സെറ്റ് ആണെങ്കിൽ എല്ലാവരും മാക്സിമം ഈ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യും, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യും കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ടിപ്സും ട്രിക്സും കാര്യങ്ങളുമായിട്ട് മിസ് വീണ്ടും നമ്മുടെ ക്ലാസ് 5 ചാനലിൽ വരുന്നതാണ്. ഓക്കെ, സെറ്റാണെങ്കിൽ നമുക്ക് നോക്കാം ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ വരുന്ന ഓണം എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സുകൾ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്? ഒന്നാമത്തത് നമുക്ക് പറയാം എംപ്ലോയ്മെന്റ് അല്ലെ, നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് എംപ്ലോയ്മെന്റ് ആണ്. അടുത്തത് എന്താണ്? യെസ്, അടുത്തത് നമുക്ക് എന്ത് പറയാം? കാർഷിക മേഖലയിലൂടെ, അതായത് നമ്മൾ കൃഷി ചെയ്ത വിളകൾ കിട്ടില്ല, അതും നമ്മളുടെ വരുമാനമല്ലേ? യെസ്, അപ്പോൾ അഗ്രികൾച്ചർ ആണ് അടുത്തത്. പിന്നെ അസറ്റുകൾ, നമ്മുടെ ആസ്തികൾ ഉണ്ടാവല്ലോ, നമ്മളൊരു ബിൽഡിംഗ് വാങ്ങി ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തു, അപ്പോൾ വാടക കിട്ടും, അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്. പിന്നെ ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചാൽ, ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് അതിൽ നിന്ന് പലിശ കിട്ടും. അപ്പോൾ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്. അതേപോലെ നമ്മൾ ബിസിനസ് ചെയ്താലോ, ഒരു പുതിയ കിഡിലൻ അച്ചാർ കമ്പനി അങ്ങ് തുടങ്ങി, അത് ലാഭത്തിൽ നമുക്ക് വരുമാനം കിട്ടില്ലേ? അപ്പം ഈ ഒരു ബിസിനസ്സിലൂടെയും നമുക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ ഈ വരുമാന സ്രോതസ്സുകൾ ഈ 5 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചു, ഒരു സംശയം വേണ്ട, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തന്നെ മറ്റൊരു ക്വസ്റ്റ്യനൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് സോഴ്സസ് ഓഫ് ഇൻകം എത്ര എണ്ണം എന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ ഈ ഒരു സോഴ്സസ് ഓഫ് ഇൻകത്തിന്റെ വരുമാനത്തെ നമ്മൾ എന്താണ് പറയുന്നത്? ഓക്കെ, വരുമാന സ്രോതസ്സുകളുടെ വരുമാനത്തെ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പറയും. അതായത് കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിള, ക്രോപ്പ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ്, നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ബിസിനസ് ചെയ്താലോ, ബിസിനസ് ചെയ്താൽ നമുക്ക് എന്തുണ്ടാക്കാം? ഒരുപാട് ലാഭം ഉണ്ടാക്കാം അല്ലെ, പ്രോഫിറ്റ് ആണ്. ബാങ്കിൽ പോയി നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ആസ്തികളുണ്ട്, മിസ് പറഞ്ഞതുപോലെ ബിൽഡിംഗ് ഒക്കെ വാങ്ങി വാടകയ്ക്ക് കൊടുത്താൽ അതിൽ നമുക്ക് എന്ത് കിട്ടും? വാടക കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പാട്ടം അല്ലെ, ഭൂമി നമ്മൾ പാട്ടത്തിന് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് പാട്ടം ലഭിക്കുന്നതാണ്. ഓക്കെ, റെന്റ് അല്ലെങ്കിൽ ലീസ് ലഭിക്കും. പിന്നെ സ്റ്റോക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടും, ലാഭവിഹിതം കിട്ടും. അപ്പം എന്ത് ചെയ്യുക? വരുമാന സ്രോതസ്സുകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ഉറപ്പായിട്ട് പഠിച്ചു വെച്ചോ. കാരണം ഇത് ബേസ് ചെയ്ത് ഒന്നെങ്കിൽ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകളുടെ വരുമാനം ഏതാണെന്ന് എന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ സംഗതി സെറ്റ് ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ പക്ക ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഇൻഡിവിജ്വൽ ഇൻകം എന്താണ്, ഫാമിലി ഇൻകം എന്താണ്? അപ്പൊ ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിഗത വരുമാനം എന്നാണ് അല്ലേ. അപ്പൊ അവിടെ ഇൻഡിവിജ്വൽ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാളേ ഉള്ളൂ. അപ്പൊ ഈ ഒരാളുടെ ഈ കുട്ടപ്പന്റെ എല്ലാ വരുമാനവും അയാൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടും ജോലി ചെയ്തിട്ടും കൃഷി ചെയ്തിട്ടും ഒക്കെ കിട്ടുന്ന ഫുൾ വരുമാനത്തിന്റെ ഒരു ആകെ തുക ഒരു നിശ്ചിത കാലയളവിൽ അളക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, വ്യക്തിഗത വരുമാനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്നും പറയാം, ഇൻഡിവിജ്വൽ ഇൻകം എന്നും പറയാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഒരാളല്ല ഉള്ളത്, ഒരുപാട് ആളുണ്ട്. അതായത് മിസ്സിൻ്റെ ഉപ്പ, മിസ്സിൻ്റെ അമ്മ, മിസ്സിൻ്റെ ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാർ മിസ്സിൻ്റെ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം, പല സ്രോതസ്സുകളിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാലയളവിലേക്ക് അളക്കുന്നുണ്ട്. അതിനെയാണ് ഒരു കുടുംബത്തിൻ്റെ, കണ്ടില്ലേ, ഫാമിലി അല്ലേ, ഒരു ഫാമിലിയുടെ ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഈസിയാണ്. വ്യക്തിഗത വരുമാനം, ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരാളുടേത്, കുടുംബ വരുമാനം പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെത്. അതൊരു നിശ്ചിത കാലയളവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അളക്കുന്നത് എന്ന് കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടെ പഠിച്ചു. ഇതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും ഇത് എന്താണെന്നൊന്നും പഠിക്കേണ്ടതില്ല. എന്താ പഠിക്കേണ്ടതെന്ന് അറിയാം? ഇതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ പ്രകൃതിയുമായിട്ട് അല്ലെ, നമ്മൾ പുറത്തിറങ്ങി ചെയ്യുന്ന പണികളൊക്കെ വരുന്നത് ഏതിലാണ്? കാർഷിക തൊഴിലുകളാണ്. ഓക്കെ, യെസ്, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് ആണ്. കൾട്ടിവേഷൻ ഓഫ് റൈസ്, നെൽകൃഷി ചെയ്യുക, മത്സ്യകൃഷി, ഇതൊക്കെ പുറത്തു നിന്ന് ചെയ്യുന്നതല്ലേ. കോഴിനെ വളർത്തൽ, ആനിമൽ ഹസ്ബൻഡറി, ഫ്ലോറികൾച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ അഗ്രികൾച്ചർ ആണെന്ന് ഓർക്കുക. അകത്ത് നിന്ന് ചെയ്യുന്നതൊക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓഫീസ് വർക്ക് ചെയ്യുക, ടീച്ചിങ് ചെയ്യുക, ബിസിനസ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ ജോലികളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഓർക്കാം. യെസ്, അത് കാർഷികേതര തൊഴിലുകളാണ്. ബിസിനസ്, കെട്ടിട നിർമ്മാണം, ടീച്ചിങ്, ബാങ്കിങ്, വസ്ത്രനിർമ്മാണം തുടങ്ങിയതൊക്കെ കാർഷികേതര തൊഴിലുകളാണ്. യെസ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഈസി ക്വസ്റ്റ്യൻ. ഇനിതാ ഒരൊറ്റ കാര്യം കൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ ഡൺ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സ്വയം തൊഴിലിനെ കുറിച്ചിട്ട് അല്ലെ. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഈ അച്ചാർ കമ്പനി തുടങ്ങുന്നത്, പിന്നെ കേക്ക് ബിസിനസ് തുടങ്ങുന്നത്, ഗിഫ്റ്റുകൾ ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറില്ലേ ഡ്രസ്സിങ്ങിന്റെ ബ്രാൻഡുകൾ, അതിനൊക്കെയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്വയം തൊഴില്, സെൽഫ് എംപ്ലോയ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നവജീവൻ പദ്ധതി. അപ്പൊ ജീവൻ എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം, ആരുടെ ജീവനാണ് നമ്മൾ രക്ഷിക്കുന്നത്? മുതിർന്ന പൗരന്മാരുടെ. ഓക്കെ, അപ്പൊ നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരർക്കുള്ളതാണ്, സീനിയർ സിറ്റിസണ് ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, കൈവല്യ. നമ്മളൊരു കൈത്താങ് കൊടുക്കുന്നത് ആരാണ്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ അടുത്തത് ശരണ്യാണ്. ശരണ്യ എന്ന് പറയുന്നത് നമ്മളെ ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു കുട്ടിയുടെ പേരാണ് അല്ലേ. അപ്പൊ വനിതകൾക്ക്, ഓക്കെ, വുമൻസിനുള്ള ഒരു സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ്. അവരെ സെൽഫ് എംപ്ലോയ്മെന്റിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് ശരണ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് 3 എണ്ണവും പഠിച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്കിതാ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, നമ്മളുടെ തൊഴിൽ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇതാ മിസ്സിന്റെ ഫേവറേറ്റ് മഞ്ഞ പൂക്കൾ ഇട്ടിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി, മിസ്സെ സൂപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? യെല്ലോ ഫ്ലവേഴ്സ് ഇടുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഐ ഹാവ് ഡൺ എന്നെന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം മറക്കണ്ട, ഇത് ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിഡിലൻ കോഡുകളോടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സൈലത്തിൻ്റെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈലം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതാ 10% ഓഫറോട് കൂടി ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മൺസൂൺ ഓഫറിൻ്റെ ഭാഗമായിട്ട് 10% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. വെറും 2249 റുപ്പീസിന് ഒരു വർഷത്തേക്ക് മൊത്തം സബ്ജക്റ്റും മൊത്തം ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭ്യമാണ്. അപ്പോൾ മക്കളെ മറക്കണ്ട, ഇപ്പതാ ഒരു ലാഭം നമുക്ക് കിട്ടാൻ പോവാണ്. അപ്പോൾ സോഷ്യൽ പഠിക്കുന്ന കുട്ടികളെ ലാഭം കൂടെ അറിയണം അല്ലേ. അപ്പോൾ ഈ ഒരു ലാഭത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ടെസ്റ്റുകളായിട്ട്, കോഡുകളായിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, യൂട്യൂബിനെക്കാട്ടിലും എത്രയോ അതിലുപരി ട്രിക്സുകളും ടിപ്സുകളൊക്കെ പറഞ്ഞ് എളുപ്പത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും നോക്കി ശ്രദ്ധിച്ച് നിങ്ങൾ ഡൗട്ട്സൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ക്ലിയർ ചെയ്യുന്ന ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളിതാ ഈ ഒരു 9995
400 800 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാപ്റ്റിക് ബാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്താ? ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈസി നോട്ട്സ് കിട്ടും. ടെക്സ്റ്റ് വാരി വലിച്ച് പഠിക്കേണ്ട ഒരാവശ്യം ഇവിടെ വരുന്നില്ല. സൈലത്തിൻ്റെ ക്ലാസ്സിൽ വരുന്നില്ല. ടെസ്റ്റുകൾ ഉണ്ടാവും. ആപ്പിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ടോപ്പിക് വൈസ് നമ്മൾ റിവിഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് റെക്കോർഡഡ് ആയിട്ട് ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്, അത് വേറൊരു ഫീച്ചറാണ്. പിന്നെ അതാ മുമ്പോട്ടുള്ള ബാച്ചിലേക്കുള്ള ആക്സസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ച് ഇപ്പം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതോ ഓഫറോട് കൂടി 10% ഡിസ്കൗണ്ടോട് കൂടിയാണ്. അപ്പോൾ മറക്കണ്ട, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും വൈകിക്കേണ്ട. ഓണം എക്സാം ഒക്കെ അടുത്തെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു 9995 400 800 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ സൈലത്തിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടൊരു വാട്സാപ്പ് ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പാരൻസ് അടുത്തുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സിനോട് ചോദിച്ചിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സാപ്പ് ചാനൽ, സൈലം വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മിസ് നോക്കും നിങ്ങൾ എല്ലാവരും പഠിച്ചോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് കമൻറ്റ് ബോക്സ് വന്നിട്ട് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, see you in the next session. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കൂടുതൽ ട്രിക്സും ടിപ്സും ആയിട്ട് മിസ് വരണമെങ്കിൽ പെട്ടെന്ന് തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു, കമൻറ്റ് ചെയ്തു. ബൈ.